ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എ സിക്ക് തണുപ്പ് കുറയുന്നുള്ളൂ. പ്രത്യേകിച്ചും മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറില്ലെങ്കിൽ പോലും എ സി ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നൊരു സമയം നമ്മുടെ മഴക്കാലം തന്നെയാണ്. കാരണം മഴക്കാലത്ത് എന്തുകൊണ്ട് എ സി എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിസ്റ്റ് വരുന്ന സമയത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് എ സി യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ ഈ പറയുന്നൊരു കാര്യം അത് യൂസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. കാരണം എ സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മിസ്റ്റ് വരാതിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്തെ ടെമ്പറേച്ചർ ശരിക്കും പറഞ്ഞാൽ പുറത്തെ ടെമ്പറേച്ചർ തണുപ്പായിരിക്കും, അകത്ത് ചൂട് വരും. ചൂട് എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, അതായത് വാഹനം ഓടിക്കുന്ന നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഹീറ്റ് ആയതുകൊണ്ട് ഈ ഒരു ഹീറ്റ് വാഹനത്തിനകത്ത് നിൽക്കുന്നുള്ളതുകൊണ്ടാണ് മിസ്റ്റ് പിടിക്കുന്നതിൻ്റെ കാര്യം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് ഇതല്ല. നമ്മുടെ വാഹനത്തിന് എ സിക്ക് തണുപ്പില്ലാതെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ തണുപ്പ് കുറവാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പ്രശ്നം വരുന്നത്? അതായത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല തണുപ്പുണ്ട്, പക്ഷേ അത് കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ഈ തണുപ്പ് പിന്നെ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം നമുക്ക് നോർമലായിട്ട് അറിയാവുന്ന പോലെ നമ്മുടെ വാഹനത്തിൻ്റെ എ സിയുടെ ഈ ഒരു പൈപ്പ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഹാർഡാണെന്നുണ്ടെങ്കിൽ എ സി ഗ്യാസ് ഉണ്ടെന്നൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഇതുപോലത്തെ ഒരു റബ്ബർ ഹോസ് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ഹോസിലൊന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ശരിക്കും നല്ല ഗ്യാസ് ഉണ്ട്, അതായത് ഗ്യാസ് അതിനകത്തുണ്ട്, ഗ്യാസ് കുറവില്ലെന്ന് തന്നെയാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് വേറെ പ്രശ്നങ്ങളില്ലെന്നുണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത് എ സിയുടെ കംപ്രസർ, അതായത് ഈ കാണുന്ന എ സി കംപ്രസർ ക്ലച്ച് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത്, അതായത് ഈ സൈഡിലത്തെ ക്ലച്ച് പിടിച്ച് ഈ കാണുന്ന ബെൽറ്റ് കറങ്ങിയാലും ഈ ക്ലച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എ സി കംപ്രസർ ഫുള്ളായിട്ട് കറങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ ഈ പുള്ളി മാത്രം കറങ്ങിക്കൊണ്ട് നിൽക്കും. അങ്ങനെ പുള്ളി മാത്രമല്ല, ഈ എ സി കംപ്രസർ ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ കാണുന്ന റേഡിയേറ്റർ ഫാൻ. കേട്ടോ, ഈ കാണുന്ന റേഡിയേറ്റർ ഫാൻ. ഈ റേഡിയേറ്റർ ഫാൻ ഒരു ചെറിയൊരു സംഭവമൊന്നുമല്ല. നമ്മൾ നോക്കുമ്പോൾ റേഡിയേറ്റർ ഫാൻ എന്തിനാണ്? എഞ്ചിനെ തണുപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ എഞ്ചിനെ തണുപ്പിക്കാൻ മാത്രമല്ല, മിക്ക വാഹനങ്ങൾക്കും ഒരൊറ്റ ഫാൻ മാത്രം വരുന്നുള്ളൂ. റേഡിയേറ്ററിൻ്റെ കണ്ടൻസറിനും, അതായത് നമ്മുടെ എ സിന്ന് അല്ലെങ്കിൽ കംപ്രസറിൽ നിന്ന് ഔട്ട് വരുന്ന ഹീറ്റായിട്ടുള്ള ലിക്വിഡിനെ തണുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടൻസർ എന്ന് പറയുന്ന യൂണിറ്റാണ് നമുക്കിത് ഈ ആദ്യം കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഫിൻസ്. ഇതിൻ്റെ പുറകിലാണ് റേഡിയേറ്റർ വരുന്നത്, അതായത് റേഡിയേറ്ററിൻ്റെ മുമ്പിലായിട്ട് വരുന്ന കണ്ടൻസർ എന്ന് പറയുന്ന യൂണിറ്റാണ്. അപ്പോൾ ഈ കണ്ടൻസറിനെ ഏതെങ്കിലും രീതിക്ക് കൂളാക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കണ്ടൻസറിലെ ഹീറ്റ് എടുത്ത് കളയാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ എ സി അല്ലെങ്കിൽ എയർ കണ്ടീഷൻ ഫുള്ളായിട്ട് തണുക്കത്തില്ല. അങ്ങനെ തണുക്കാതെ വരികയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ കാറ്റ് വലിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഫാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു റേഡിയേറ്റർ ഫാൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില വാഹനങ്ങൾക്ക് 2 ഫാൻ വരുന്നുണ്ട്, കണ്ടൻസർ ഫാൻ വരുന്നുണ്ട്, ഈ സൈഡിലായിരിക്കും. അങ്ങനെ കണ്ടൻസർ ഫാൻ വരുന്നുണ്ടെങ്കിൽ ആ കണ്ടൻസർ ഫാനിൻ്റെ വർക്കിംഗ് പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ, ചിലപ്പം സ്പീഡ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്പീഡ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള RPM കറങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ പുറത്തുനിന്നുള്ള എയറിനെ വലിച്ചത് അകത്തോട്ട് കൊണ്ടുവന്നതിന് കൂൾ ചെയ്യിക്കത്തില്ല. അങ്ങനെ കൂളാക്കാതെ വന്നാലും നമ്മുടെ വാഹനത്തിൻ്റെ എ സി വർക്ക് ചെയ്തില്ല. അപ്പം എ സി വർക്ക് ചെയ്യാതെ വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ നിങ്ങൾ കൊണ്ട് കാണിച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർ പറയും എ സി ഗ്യാസ് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ പിന്നെയും നമ്മൾ ഓടിക്കുമ്പോൾ ഈ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ അവരൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. കാരണം ഈ ഒരു കംപ്ലയിൻ്റാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. കാരണം ഫാൻ നോക്കുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള സ്പീഡിലായിരിക്കത്തില്ല അത് വർക്ക് ചെയ്യുന്നത്, ചെറിയ സ്പീഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെ കുറവായിട്ടുള്ള സ്പീഡിലാണ് അത് കറങ്ങുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇതിൻ്റെ ഹീറ്റിനെ എടുത്ത് കളയുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വാഹനത്തിനകത്ത് എ സിക്ക് തണുപ്പുണ്ടാകില്ല. ആ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ എ സി ഗ്യാസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ ഫാനും കൂടെ ഉറപ്പായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. അതുകൊണ്ട് ഈ ഒരു കാര്യം മറക്കരുത്, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതറിയാൻ മേലാത്ത എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൊടുത്തേക്ക്.